ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി പിന്തുണ യുഡിഎഫിന് ലഭിക്കേണ്ട സുന്നി വിഭാഗം വോട്ടുകളിൽ വലിയ വിള്ളൽ ഉണ്ടാക്കുമെന്ന് സമസ്തയിലെ ഒരു വിഭാഗം. കാലങ്ങളായി മുസ്ലിം ലീഗിന് കരുത്തായി നിൽക്കുന്ന ഇകെ സുന്നി വിഭാഗത്തിലെ ഭിന്നത യുഡിഎഫ് വോട്ടുകളെ ബാധിക്കുമെന്നും ഇവർ വാദിക്കുന്നുണ്ട്. എന്നാൽ ഇത് യുഡിഎഫ് വിജയത്തെ ബാധിക്കില്ല എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ വാദം. എന്തായാലും ഇന്ന് അടക്കം നിലമ്പൂരിൽ ഇനി ചർച്ചയാകാൻ പോകുന്ന പ്രധാന വിഷയം ഇത് തന്നെയാണ്. നമുക്കിടെ സ്പെഷ്യൽ ഷോയുമായി ഞങ്ങളുടെ പ്രതിനിധികൾ നിലമ്പൂരിൽ നിന്ന് റെഡിയായി നിൽക്കുകയാണ്. നമുക്ക് സമയം കളയാതെ അവരിലേക്ക് തന്നെ പോകാം. രഞ്ജിത്ത് രാമചന്ദ്രനും CV അനുമോദും VV അരുണും നമുക്കൊപ്പം ചേരും. ആദ്യം രഞ്ജിത്ത് രാമചന്ദ്രനിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഒരുപാട് വിഷയങ്ങൾ ഓരോ ദിവസവും ചർച്ചയാകുന്ന സ്ഥലമാണ്. അത്തരത്തിൽ പ്രചരണം ഇങ്ങനെ ചൂടേറിക്കൊണ്ടിരിക്കുന്നു. പല പല വിവാദങ്ങളും പല പല വിഭാഗീയ നീക്കങ്ങൾ, വിള്ളലുകൾ, അതിൻ്റെ വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രചാരണം ഇപ്പോൾ അവസാന ലാപ്പിലേക്ക് കടന്നിരിക്കുന്ന സമയത്ത് ഇപ്പോൾ വരുന്ന വിഷയമെന്ന് പറയുന്നത് ഈ സുന്നി വിഭാഗം വോട്ടുകളിൽ വലിയ വിള്ളലുണ്ടാകുമെന്ന ഒരു പുതിയ വാർത്തയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അടക്കം കടന്നുകൊണ്ട് നമുക്ക് ഷോ ആരംഭിക്കാം അല്ലേ? തീർച്ചയായും വെരി വെരി ഗുഡ് മോർണിംഗ് ആര്യ. ഞാനുള്ളത് നിലമ്പൂർ ടൗണിലാണ്. ഇവിടെ ഈ സമീപ പ്രദേശത്ത് തെരഞ്ഞെടുപ്പിന്റെ വലിയ ചൂടും ചൂരുമാണ്. ഞാനിവിടെ ഇന്നലെ രാത്രി വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നതിനപ്പുറം വലിയ ആവേശത്തോടെ ജനം സ്വീകരിക്കുന്ന, രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പായി നിലമ്പൂർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. രാഷ്ട്രീയ കേരളത്തിന്റെ എല്ലാ ശ്രദ്ധയും നിലമ്പൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ആദ്യഘട്ടത്തിലൊക്കെ UDFന് വലിയ മേൽക്കൈ ഉണ്ടാകുമെന്ന് കരുതിയിരുന്ന ഒരു മണ്ഡലമാണ്, പ്രത്യേകിച്ച് അൻവറിന്റെ നിലപാടുമായൊക്കെ ബന്ധപ്പെട്ട് നമ്മളന്ന് കണക്കുകൂട്ടി നോക്കിയപ്പോൾ. പക്ഷേ പിന്നീട് രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മറിയുന്നു. ഒറ്റയ്ക്ക് അൻവർ മത്സരിക്കുന്നു. സ്വരാജ്, LDFന്റെ കരുത്തനായ സ്വരാജ് ഇവിടെ മത്സരിക്കാനായി എത്തുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. അതോടുകൂടി കളം മാറുകയാണ്. ഈ മത്സരിച്ച്, അതായത് UDFന്റെയും LDFന്റെയും സ്ഥാനാർത്ഥികളുടെ ഫ്ലക്സുകളും ബോർഡുകളും മറ്റും ഈ മണ്ഡലമൊട്ടാകെ നിറഞ്ഞ പശ്ചാത്തലമുണ്ട്. അങ്ങിങ്ങ് അൻവറിന്റെ ചില പോസ്റ്ററുകളും ഫ്ലക്സുകളും ഒക്കെ കാണാം. ഏതായാലും ഈ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം ഓഫീസുകൾ, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് ഓഫീസുകളും ഇവർ രാവിലെ മുതൽ എന്താണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഓഫീസുകളും മറ്റും തൊട്ടടുത്തായി തന്നെയാണ്, അടുത്തടുത്തായാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ നിലമ്പൂർ ടൗണിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്, രാവിലെ തന്നെ ഏറെ സജീവമായ ഒരു ടൗൺ ആണ് എന്നുള്ളതാണ്. വളരെ സജീവമായ തൊഴിലാളികളായാലും മറ്റുള്ളവരായാലും കച്ചവടക്കാരായാലും ഒക്കെ ഇവിടെ സജീവമായി തന്നെ ഇറങ്ങുന്ന, പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലെ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ രാവിലെയൊക്കെ ഈ സമയത്തൊക്കെ ആളൊക്കെ കുറവായിരിക്കും. പക്ഷേ ഇവിടെ രാവിലെ മുതൽ തന്നെ ഷോപ്പുകളൊക്കെ തുറന്നിരിക്കുന്നു. ഒരുപാട് സജീവമായ കടകളും ആളുകളും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് തന്നെ മടങ്ങി വരണം. നിലമ്പൂരാണല്ലോ ആര്യ നമ്മുടെ വിഷയം. എന്നോടൊപ്പം അനുമോദും VV അരുണുമുണ്ട്. ഇന്നലെ മുതൽ നമ്മൾ കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് പിന്തുണയുമായി ബന്ധപ്പെട്ടാണ്. വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ അത് വലിയൊരു രാഷ്ട്രീയ ആയുധമാക്കി LDF എടുത്തിട്ടുണ്ട്. മഴവിൽ സഖ്യമെന്നാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നമ്മളോട് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. ഇന്നലെ മുതൽ നമ്മൾ മിനിഞ്ഞാന്ന് പുറത്തുവിട്ട വാർത്തയായിരുന്നു വലിയ ചർച്ചയായി രാഷ്ട്രീയ കേരളം മുന്നോട്ട് കൊണ്ടുപോയത്, പ്രത്യേകിച്ചും നിലമ്പൂരുമായി ബന്ധപ്പെട്ട് തുടർ പ്രതികരണങ്ങൾ ഉണ്ടായി. PDP പിന്തുണ LDFന് നൽകിയതാണ്. അതിന് വിരുദ്ധമായി UDF പ്രചരിപ്പിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ആരാണ് വർഗീയ കക്ഷി എന്ന കാര്യത്തിലുള്ള ചർച്ചയും സജീവമായി തന്നെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട്. UDF ആണോ, PDP ആണോ, വെൽഫെയർ പാർട്ടിയാണോ വർഗീയ കക്ഷി തരത്തിലുള്ള പ്രതികരണങ്ങളും മറ്റും ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അങ്ങനെ സജീവമായി തന്നെ നിലമ്പൂരിന്റെ രാഷ്ട്രീയം അങ്ങനെ നിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇതിനിടയിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നമ്മൾ ഇന്ന് പുറത്തുവിടുന്നത്. അത് പരമ്പരാഗതമായി UDFനെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന സമസ്തയിലെ വിഭാഗങ്ങളുണ്ട്. പ്രത്യേകിച്ചും സുന്നി വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുടെ പിന്തുണ പലപ്പോഴും UDFുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഒരു തരത്തിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം അവരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ പ്രധാനപ്പെട്ട പ്രതികരണം അവരുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുമെന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള വോട്ടുകൾ UDFിലേക്ക് പോയാൽ, അത് പരസ്യമായി വെൽഫെയർ പാർട്ടിയുടെ വോട്ടുകൾ UDF സ്വീകരിക്കാൻ ഒരുങ്ങിയാൽ അത് വലിയ തോതിലുള്ള തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മോടൊപ്പം ഞാൻ അനുമോദിലേക്ക് പോകണം. പക്ഷെ അതിനു മുമ്പ് നമുക്ക് പ്രധാനപ്പെട്ട ഒരാളെ ഇത്തരം വിഷയങ്ങളിൽ സംസാരിക്കാനായി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ശ്രീ കൃഷ്ണദാസ്, BJPയുടെ പ്രധാനപ്പെട്ട നേതാവ്. ശ്രീ കൃഷ്ണദാസ്, നടത്തം ഇങ്ങനെ പതിവാണോ? രാവിലത്തെ നടത്തം പതിവായിട്ടുള്ളതാണ്. അതിന് ആ നടത്തവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ന്യൂസ് 18 ഇങ്ങനെ ഡ്രസ്സിൽ ഇതുവരെ കണ്ടിട്ടില്ല. അതാണ് വൈറ്റ് ആൻഡ് വൈറ്റ് ആണല്ലോ. എന്റെ രാവിലത്തെ നടത്തത്തില് ഇതേ ഡ്രസ്സാണ് എവിടെ ഉണ്ടാവുക. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു ചാനലിന്റെ മുമ്പിൽ ഈ ഡ്രസ്സിൽ പ്രത്യക്ഷപ്പെടുന്നത്. അത് ന്യൂസ് 18 ആണ് എന്റെ ഈ പ്രഭാത സവാരി റിപ്പോർട്ട് ചെയ്തു. ഈ യാത്രകൾ തുടർച്ചയായിട്ടുണ്ടല്ലോ, എല്ലാ സംസ്ഥാനത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും പോകണം. അപ്പൊ എല്ലാ സമയത്തും ഈ നടത്തം ഉള്ളതാണോ? തീർച്ചയായും എനിക്ക് സൗകര്യപ്പെടുന്ന സമയത്തൊക്കെ
എല്ലാ ദിവസവും നടക്കാൻ ശ്രമിക്കാറുണ്ട്. രാവിലെ യാത്ര ഇല്ലാത്ത സമയത്ത് നടത്തം എന്റെ ഒരു മസ്റ്റാണ്. അപ്പൊ അത് ആരോഗ്യം സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് അല്ലേ? ആരോഗ്യ സംരക്ഷണം പ്രധാനമാണല്ലോ. ശരീരമാദ്യം ഖലു ധർമ്മ സാധന. ധർമ്മം സംരക്ഷിക്കണമെങ്കിൽ ശരീരം വേണം. അതെ, എന്തായാലും വലിയ സന്തോഷം ഇങ്ങനെ കണ്ടതിൽ. ഇത് വലിയ ഒരുപാടുകൾക്ക് പ്രചോദനമാകും. കാരണം നിങ്ങൾക്ക് ഈ സമയക്കുറവുള്ള ആളുകളും ഇതിനുവേണ്ടി ഇറങ്ങുന്നുള്ളത്. നമുക്കിനി രാഷ്ട്രീയത്തിലേക്ക് വരാം. നിലമ്പൂരിൽ അല്ലെ കുറച്ച് ദിവസമായുള്ള ചർച്ച ഞങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടാണ്. ഇവിടെ മഴവിൽ സഖ്യമാണ് എന്ന എം വി ഗോവിന്ദന്റെ. അതായത് നമുക്കറിയാം PDP LDF-ന് പിന്തുണ പ്രഖ്യാപിക്കുന്നു, വെൽഫെയർ പാർട്ടി UDF പിന്തുണ പ്രഖ്യാപിക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടാകുന്നു. ഇന്നിപ്പോ ഏറ്റവും ഒടുവിൽ ഞങ്ങളിപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് സമസ്തയിലെ ഒരു വിഭാഗം UDF-നെതിരാകുന്നു ഇത്തരം പിന്തുണകൾ വരുമ്പോൾ എന്നുള്ളതാണ്. എങ്ങനെയാണ് താങ്കൾ BJP ഇതിനെ കാണുന്നത്? അതായത് ഈ വളരെ അപകടകരമായിട്ടൊരു സാഹചര്യം ഇവിടെ നിലനിൽക്കുക. കേരളം നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ മാത്രം ബാധിക്കുന്നതല്ല, കേരളത്തിന്റെ നാളത്തെ കേരളത്തെ, അതിന്റെ സാമുദായിക അന്തരീക്ഷത്തെ, നമ്മുടെ രാഷ്ട്രത്തിന്റെ ഐക്യത്തെ, സുരക്ഷിതത്തെ ബാധിക്കുന്ന ബാന്ധവത്തിലാണ് LDF UDF ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം തീവ്രവാദ സംഘടനകളെ, ഭീകരവാദ സംഘടനകളെ അവരുമായിട്ട് പരസ്യമായിട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സഖ്യം CPM ഉണ്ടാക്കിയിരിക്കുന്നു, അതുപോലെ കോൺഗ്രസും ഉണ്ടാക്കിയിരിക്കും. ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടാണ് കോൺഗ്രസിന്റെ സഖ്യം. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, മതരാഷ്ട്രവാദമാണ് അവരുടെ അടിസ്ഥാന മുദ്രാവാക്യം. അത് ആ മതരാഷ്ട്രവാദത്തെ അംഗീകരിക്കുന്ന, അത് ആത്യന്തികമായി ലക്ഷ്യമായി കണക്കാക്കുന്ന, നമ്മുടെ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരു MLA ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ കോൺഗ്രസ് സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നു. അതിൽ മറുഭാഗത്ത് മാർക്സിസ്റ്റ് പാർട്ടി PDPയുമായിട്ടാണ് സഖ്യം. PDPയെ കുറിച്ച് പണ്ടെന്താ മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം പറഞ്ഞത്? PDP ഒരു തീവ്രവാദ സംഘടനയാണ്, അവരെ പിടിച്ച് തമിഴ്നാട് പോലീസിനെ ഏൽപ്പിച്ചത് അഭിമാനകരമായ നേട്ടമായിട്ടാണ് മുൻ മുഖ്യമന്ത്രി EK നായനാടക്കം പറഞ്ഞത്. അവർക്ക് എപ്പോൾ മാറ്റം വന്നത്? ഇപ്പൊ ഗോവിന്ദൻ മാഷ് പറഞ്ഞു PDP ഇപ്പം നല്ലതാണ്. അതുപോലെ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് സതീശൻ പറഞ്ഞു ഇപ്പം ജമാഅത്ത് ഇസ്ലാമി നല്ല സംഘടന. പക്ഷേ ഈ ദേശവിരുദ്ധ സംഘടനയുമായിട്ടുള്ള രാഷ്ട്രീയ സഖ്യം വരാനിരിക്കുന്ന നാളുകളിൽ കേരളത്തിൽ ഗുരുതരമായ ഭവിഷ്യത്ത് ഉണ്ടാക്കുമെന്ന കാര്യം സംശയമില്ല. പക്ഷെ ഇതിനെതിരായിട്ട് ഈ ദേശവിരുദ്ധ സംഘടനകളുമായിട്ടുള്ള CPM-ന്റെയും കോൺഗ്രസിന്റെയും സഖ്യത്തിനും സഹകരണത്തിനെതിരായിട്ട് ഒരു ജനവികാരം ഉയരുന്നുണ്ട്. അത് BJPക്കും NDAക്കും അനുകൂലമാണ്. ഞങ്ങളിവിടെ ഉയർത്തിപ്പിടിക്കുന്ന വികസനത്തിന്റെ രാഷ്ട്രീയം. തീർച്ചയായും നന്ദി ശ്രീ കൃഷ്ണദാസ്. അദ്ദേഹം നടത്തത്തിന്റെ തിരക്കിലാണ്. നമുക്ക് ഇനി നമ്മുടെ വാർത്തയിലേക്ക് തന്നെ തിരിച്ചു വരണം. ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി പിന്തുണ UDF-ൽ ലഭിക്കേണ്ട സുന്നി വിഭാഗം വോട്ടുകളിൽ വിള്ളലുണ്ടാക്കുമെന്നാണ് സമസ്തയിലെ ഒരു വിഭാഗം പറയുന്നത്. കാലങ്ങളായി മുസ്ലിം ലീഗിന് കരുത്തായി നിൽക്കുന്ന EK സുന്നി വിഭാഗത്തിലെ ഭിന്നത UDF വോട്ടുകളെ ബാധിക്കുമെന്നും അവർ അവകാശപ്പെടുന്നു. നമ്മളോട് അവർ അനുമതിയോട് സംസാരിച്ചിരുന്നു പ്രധാനപ്പെട്ട നേതാക്കൾ. പക്ഷേ ലീഗ് വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇത്തരം സാമുദായിക സംഘടനകൾ പിന്തുണ പ്രഖ്യാപിച്ചാലും അത് UDF-ന്റെ സാധ്യതകളെ ബാധിക്കില്ലെന്നും ലീഗിന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകളിൽ ഒരു വിള്ളലും ഉണ്ടാകില്ലെന്നും ലീഗും അവകാശപ്പെടുന്നു. നമുക്ക് ആ വാർത്തയിലേക്ക് പോകാം. ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും രാഷ്ട്രീയം അംഗീകരിക്കുന്നവരല്ല സുന്നി വിഭാഗത്തിലെ വലിയൊരു ശതമാനം. വെൽഫെയർ പാർട്ടി UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചതിനെതിരെ സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗം പരസ്യമായി രംഗത്തുവന്നു. ജമാഅത്തെ ഇസ്ലാമിയേക്കാൾ 10 ഇരട്ടി വോട്ടുകൾ EK AP വിഭാഗം സമസ്തകൾക്ക് ഉണ്ടെന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തെ അംഗീകരിക്കുന്ന നിലപാട് തെരഞ്ഞെടുപ്പിൽ UDF-ന് എത്രമാത്രം തിരിച്ചടിയാകുമെന്ന് പറയാൻ ആകില്ലെന്നും സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗമായ SKSSF മലപ്പുറം ഉപാധ്യക്ഷൻ നാസർ കരുളായി ന്യൂസ് 18നോട് പറഞ്ഞു. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് വളരെ വിരളമായ കുറച്ച് വോട്ടുകൾ മാത്രമാണ് ഈ നിലമ്പൂർ മണ്ഡലത്തിലുള്ളത്. എന്നാൽ സുന്നി എന്ന് പറയുന്ന വോട്ട് നല്ല ഒരു വോളിയം, അവരെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മൾ തമ്മിൽ തുലനം ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വലിയൊരു വോളിയം വോട്ട് തന്നെ ഇവിടെ സുന്നി വിഭാഗത്തിനുണ്ട്. ഏകദേശം ഒരു 25,000-30,000 വോട്ട് ആ ഒരു രൂപത്തിൽ. ഞങ്ങളതിന് റേഞ്ച് എന്ന് പറയുന്ന രീതിയിലാണ് ശരിക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പറയാറുള്ളത്. കാലങ്ങളായി ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന AP വിഭാഗം സമസ്തയും ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തെ അംഗീകരിക്കുന്നില്ല. സുന്നി വിഭാഗത്തിലെ വോട്ടുകൾ ജമാഅത്തെ ഇസ്ലാമി പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥിക്ക് കിട്ടില്ലെന്ന് EK വിഭാഗം യുവജന സംഘടന SYSന്റെ നിലമ്പൂർ മേഖലാ പ്രസിഡന്റ് സഫുവാൻ അസ്ഹരിയും പറയുന്നു. വിജയപരാജയങ്ങളെ നിർണ്ണയിക്കാൻ പറ്റുന്ന ശക്തി തന്നെയാണ് നമ്മുടെ ഈ മണ്ഡലത്തിൽ AP വിഭാഗം എന്നതും അതുപോലെ സുന്നികൾ മൊത്തത്തിൽ എല്ലാ വിഭാഗവും. ആ ശക്തി സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ അത് ആ വോട്ട് വീഴുന്നിടത്ത് സ്വാഭാവികമായിട്ട് അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും.
എന്നാൽ എക്കാലവും ലീഗിനൊപ്പം നിൽക്കുന്ന സാമുദായിക സംഘടനകൾ തെരഞ്ഞെടുപ്പിൽ ഒപ്പം നിൽക്കുമെന്ന് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ പ്രതീക്ഷ. സാമുദായിക സംഘടനകളുടെ നിലപാട് UDFന്റെ വിജയത്തെ തടയില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM.A. സലാം വ്യക്തമാക്കി. വിജയപരാജയങ്ങളെ നിർണ്ണയിക്കാൻ പറ്റുന്ന ശക്തി തന്നെയാണ് നമ്മുടെ ഈ മണ്ഡലത്തിൽ വിഭാഗം എന്നതും അതുപോലെ സുന്നികൾ മൊത്തത്തിൽ എല്ലാ വിഭാഗവും. ആ ശക്തി സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ അത് വോട്ട് വീഴുന്നിടത്ത് സ്വാഭാവികമായിട്ട് അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും. 2000-നും 3000-നും ഇടയിലാണ് വെൽഫെയർ പാർട്ടിയുടെ നിലമ്പൂരിലെ വോട്ടുകൾ. EK, AP വിഭാഗങ്ങൾക്ക് 40,000-നും 50,000-നും ഇടയിൽ വോട്ടുകൾ മണ്ഡലത്തിൽ ഉണ്ടെന്ന് അവരും അവകാശപ്പെടുന്നു. UDFനുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വൈകാരിക വിഷയമായി മാറിയാൽ സുന്നി വിഭാഗത്തിൽ നിന്നുള്ള UDF അനുകൂല വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. CV അനുമോദ്, News 18, നിലമ്പൂർ.